ഗൈസ്, ബ്രോടെക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുമ്പോഴേക്കും നിങ്ങളെന്താ ഇതെന്താ ക്രിയേറ്റീവ് വേൾഡോ? അയ്യോ, രാത്രി 1 മിനിറ്റ് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ക്രിയേറ്റീവ് വേൾഡാണോ നിങ്ങൾ ചിന്തിക്കും. എല്ലാത്തിനും പ്രൂഫില്ലെങ്കിലും എനിക്ക് കാണിക്കാനുള്ള പ്രൂഫ് ഒന്ന് കാണിക്കും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനത്തെ എപ്പിസോഡാണെന്ന്. ഇനി തൊട്ട് നമ്മൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നോക്കുക, 95 ദിവസമായി നമ്മളിവിടെ നിന്നിട്ട് ഇവിടെ ജീവിച്ചിട്ട്. അപ്പം നമുക്ക് പ്രൂഫിൻ്റെ കാര്യം പറയാം. നമ്മുടെ ആർമറൊക്കെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സെറ്റായെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഫുൾ നെതറാണ്, നെതറൈറ്റ് ആർമറാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടുത്തെ പണി, നമ്മളെ മെയിൻ ബേസിൻ്റെ പണി ഏകദേശം കഴിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ അവിടെ മൈൻ ചെയ്യണം. പിന്നെ നമ്മളതാ ഇവിടെ ഉണ്ട്. പിന്നെ ഓരോ ഫാമിൻ്റെ കാണിച്ചു തരാം. അയണുണ്ട്. പിന്നെ ഈ ഹെഗ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് അത് കാണിക്കാനുള്ള ഇത്. ഡ്രാഗനെ കൊന്ന് ഇത്രയും കൊണ്ടുവന്ന് എത്ര 50 എത്രയോ കൊണ്ടുവന്നു. അതിനാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. നമ്മുടെ എൻഡർ ചെസ്റ്റ് ഉണ്ടാക്കി, എൻഡർ ചെസ്റ്റ് വെച്ച് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തു. പിന്നെ എന്തുണ്ട്, നിങ്ങളെ ബെഡ്റൂമും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. മീഡിയം സൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവസാനത്തെ എപ്പിസോഡാണ്. ഇങ്ങനത്തെ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ. 2-3 എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. 2-3 എപ്പിസോഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇവിടെ ഓരോ വില്ലേജർ ഉണ്ട്. വില്ലേജറിൻ്റെ ഇവിടെ നിന്നാണ് ടൂൾസ് മേടിച്ചത്. ഒപ്പിച്ചെന്ന് വെച്ചാൽ ഇവന്മാരും ഇങ്ങനെയാന്ന് വെച്ചാൽ അവർക്കൊന്നും വെച്ചാൽ ഈ ഒരു എന്താ പറയാ, തന്നെ ഇവിടെ ആംഗോളം ഇവിടെ വന്നിട്ടുണ്ട്. ഇതറിയാലോ, അത്യാവശ്യം എഫിഷ്യൻ്റ് തന്നെയാണ്. എടുത്തുകൊണ്ട് ഞാൻ പെട്ടിയിലാക്കി വെച്ചതാ. പിന്നെ ചെയ്ത ബിൽഡെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ചുമ്മാ ഇവിടെ ഒരു കുഴി ഉണ്ടായി, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നും. പിന്നെ ഇതിന് വേണ്ട ഒരു എന്താ പറയുക, ഇതുപോലെ ചെയ്തു, അതുപോലെ കിണർ പോലെ. അതാണ്. പിന്നെ നമ്മൾ നെതറൈറ്റ് എങ്ങനെ ചെയ്തെന്ന് നമ്മുടെ നെതർ പോർട്ടലിലേക്ക് പോകും. ഓക്കെ, നെതർ പോർട്ടലിലേക്ക് പോകണം. ഇവിടുന്ന് എങ്ങോട്ടായിരുന്നു? എവിടെയായിരുന്നു കണ്ടുപിടിക്കണം.
താഴത്തേക്ക് താഴോട്ടൊക്കെ ഒന്ന് നടക്കും. ഇവിടെ ഒരു കുഴി ഉണ്ട്. ഒരു കുഴിയാണ് എൻ്റെ കുഴി. ഇതാണ് തോന്നുന്നത്. ഇത് തന്നെ. ഓ ഇനിയുണ്ടോ ഡിഗ്രി? ഇവിടെ കുറേ അധികം എന്താ പറയുക ബെഡും കാലം കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ബെഡും കാലം കൊണ്ടുവന്നും ബെഡ് പണിയും ചെയ്തിട്ടുണ്ട്. ഡിഗ്രി എടുക്കണം ഡിഗ്രി എടുക്കണം. അവിടെ ഇനിയും ഉണ്ടറാ ടൂൾസിന് എനിക്ക് ഡിഗ്രി ഇല്ലാതെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞ് നോക്കുന്നതാ. ടൂൾസിന് നോക്കാറില്ല. മിക്ക ആറന്മാറിന് മാത്രം ഞാൻ ഡിഗ്രി സെറ്റാക്കിയിട്ട് പോയതാ. ഞാൻ കാണിച്ചില്ല. അങ്ങോട്ടും ഉണ്ട് ഇനിയും ഉണ്ട്. പൊട്ടിച്ചൊട്ടിച്ചൊന്നും രാവിലെയായിരുന്നു. പിന്നെ സത്യം പറയല്ലേ നമ്മൾ ഒരു ചാവാതെ അതെൻ്റെ ഷുഗറാണ്. എൻ്റെ ഉറപ്പാണ്. നമുക്ക് നേരെ വീട്ടിലോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഇനി എന്തുണ്ട്? ഇനി എന്തുണ്ട് പ്രൂഫ്? ഇനി എന്താണ് പ്രൂഫ്? ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. കറക്റ്റ് ലാൻഡിങ്. നമുക്ക് കാരണം എന്തോ ഒരു സൗണ്ട് കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ പറഞ്ഞെന്നാ നമ്മൾ അത് ചെയ്യാത്ത കാരണം ടൂൾസ് കൊണ്ടാക്കാത്ത കാരണം അതന്നെ ഇവിടെ മേജറിങ്ങിലൊക്കെ അവിടെ ഇതാണ്. വേറെ എന്തെങ്കിലും ബിൽഡിങ് ചെയ്തോ? അപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കി കാണും ഞാൻ എങ്ങനെ ചെയ്തെന്ന്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വേണം എന്താണ് ക്രിയേറ്റിവിറ്റി എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ട് ഈ നടുക്കിറങ്ങും, അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ സംഭവവും നമുക്ക് എന്താ പറയുക കളിക്കാതെ തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഗ്രൈൻഡ് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റും. അതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആ സാധനം ഓണാക്കിയിട്ട് പോലുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇതാ നോക്ക് ഇതാ കണ്ടില്ല, ഓണാക്കിയിട്ട് പോലുമില്ല. ഓണാക്കിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ കാണുന്നവർക്ക് ചിലപ്പോൾ സംശയം കാണും, അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, തന്നെയാണ് ഞാൻ അതല്ലാതെ ഇന്നത്തല്ല. നമ്മൾ ആദ്യം ചെയ്ത മൈനിങ് ബ്ലോക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാം. പിന്നെ നമ്മുടെ അമ്പത്തി എത്രയോ കൊണ്ടുവന്നു, അതെല്ലാം ഒപ്പിച്ചിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ആയി. ഇത്രയല്ലേ നമ്മളെ ഇത് അയൺ ഫാമായി. പിന്നെ
നമ്മളെ നെതറേറ്റ് ആർമറിൻ്റെ ഗോൾഡൻ ആപ്പിൾ പറയണ്ടല്ലോ, അത് വില്ലേജറിൻ്റെ മേടിച്ചാണ്. പിന്നെന്തുകൊണ്ട് ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുണ്ട് ഒക്കെ രാവിലെ ആക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് നമ്മുടെ അവസാനത്തെ എപ്പിസോഡ് പറയുകയാണ് കേട്ടോ. നമ്മൾ ഈ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് ഇടത്തില്ല. ഇത് നമ്മൾ അവസാനത്തെ എപ്പിസോഡും കാണുന്നു. അപ്പം അത് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റും. ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ക്രിയേറ്റിവിറ്റി എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രൂഫ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രൂഫ് എൻ്റെ കഴിയാവുന്നത്ര, പിന്നെ എനിക്ക് ഒരു പ്രൂഫ് മാത്രം കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഡ്രാഗനെ കൊല്ലാൻ പോകുന്ന പ്രൂഫ് മാത്രം കാണിക്കാൻ പറ്റില്ല. സോറി ഗൈസ്. ഓക്കെ സോറി. എനിക്ക് ഡ്രാഗനെ കാണിക്കുന്നത് ഷോക്കായിരുന്നു. ഞാൻ എത്ര വട്ടം ചത്തെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഓക്കെ യാ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നമ്മൾ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. അപ്പം അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗൈസ്, സീ യു ഗൈസ്. തോന്നില്ലേ ഗൈസ്? അവസാനം വരെ കണ്ടവർക്ക് താങ്ക്സ്. ഓക്കെ, ഞാൻ ചുമ്മാ നോക്കിയതാണ് എത്ര പേര് അവസാനം വരെ കാണുന്നുണ്ടെന്ന്. ഓക്കെ, അവസാനം വരെ കണ്ടവർക്ക് താങ്ക്സ് ഗൈസ്. താങ്ക്സ്. ഇനിയിപ്പോൾ